ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് പുതിയൊരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സക്രോലി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് വളരെ ടേസ്റ്റിയായി തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മധുര പലഹാരമാണിത് കേട്ടോ. കാഴ്ചയിൽ ഒരു പൈനാപ്പിൾ പീസ് മുറിച്ചെടുത്തതുപോലെയൊക്കെ ഇരിക്കും, എങ്കിലും രുചിയിൽ വളരെ വ്യത്യസ്തമാണിത്. ഒട്ടും സമയം കളയാതെ തന്നെ അമ്മയുടെ സക്രോലി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഒരു സോസ് പാനിലേക്ക് 1/4 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 250 ഗ്രാം പഞ്ചസാര, അതിലേക്ക് 300 ml വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം കേട്ടോ, എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ സക്രോലി തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെയാകാം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വരണം. ഇനി അതിലോട്ട് ഒരു ചെറിയ മഞ്ഞ കളറിനായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി മതിയാകും മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇതിനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് മൈദ കൂടി ചേർക്കാം. എല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പഞ്ചസാരപ്പാനി ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു അരിപ്പയിൽ കൂടി അരിച്ച് കുറേശ്ശെയായിട്ട് ഈ ബൗളിലേക്ക് ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ആക്കി എടുക്കണം. ബാക്കി പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മുഴുവൻ പാനിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ ഒരു തവി കൊണ്ടോ ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സക്രോലി കറക്റ്റ് ഒരു ഡിസൈനിലും ഷേപ്പിലും ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുള്ളൂ. 10 മിനിറ്റ് ഇപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സക്രോലി തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് വറുക്കാൻ ആവശ്യമായ വെജിറ്റബിൾ ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എണ്ണ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സക്രോലി അത്യാവശ്യം മുങ്ങിക്കിടക്കാനുള്ള ഓയിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി, കൂടുതൽ ഓയിൽ ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു ലെവലിൽ നിന്നാൽ മതിയാകും. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കണം. അതിനുശേഷം മാവ് ഒന്ന് വട്ടത്തിൽ ഇതുപോലെ ഇളക്കിയ ശേഷം നടുക്കായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. സൈഡ്സൊക്കെ ഇതുപോലെ മൊരിഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് സക്രോലി ഒരു സൈഡിലേക്ക് ഇതുപോലെ തവി കൊണ്ട് മാറ്റി വെച്ച ശേഷം ആ ചൂട് എണ്ണ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗവും നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നടുഭാഗവും നന്നായി വെന്തു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഓയിലൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ സക്രോലിയും നമുക്ക് റെഡിയാക്കി എടുക്കാം. സെൻറ്ററിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. സൈഡ്സൊക്കെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെച്ച് ചൂട് ഓയിൽ തവി കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി കുക്കായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം നമ്മളിത് തിരിച്ചിടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് കുക്കാക്കി എടുക്കുന്നത്. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ കണ്ടില്ലേ, ഒരു പൈനാപ്പിൾ വട്ടത്തിൽ മുറിച്ചതുപോലെ ഇല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ സക്രോലിയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. പുറത്തായിട്ട് പിസ്ത ഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടോ ബദാമോ ഒക്കെ ആണെങ്കിൽ അത് ചേർത്തും ഗാർണിഷ് ചെയ്യാൻ കുഴപ്പമില്ല. നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൊങ്കണി കമ്മ്യൂണിറ്റിയിൽ ഈ വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്വീറ്റ് സ്നാക്കാണിത്. ഇത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കളർ കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രം. വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതണം.
കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ആദ്യ വീഡിയോ തൊട്ട് നിങ്ങൾ തരുന്ന ലൈക്സ്, കമൻറ്റ്സ്, ക്രിറ്റിസിസംസ് എല്ലാം ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു റെസിപ്പിയുമായി വരും വരെ നന്ദി. ഗുഡ് ബൈ.